വചനമൊഴി ജൂൺ 26. വചനഭാഗം 1 കോരിന്തോസ് 3:1-9, ലൂക്കായുടെ സുവിശേഷം 8:4-15. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വലിയ ജനക്കൂട്ടവും ഓരോ പട്ടണത്തിൽ നിന്നുള്ളവരും തന്റെ അടുത്തു കൂടിയപ്പോൾ ഈശോ അവരോട് ഉപമയിലൂടെ അരുൾ ചെയ്തു. വിതക്കാരൻ തന്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. അത് ചവിട്ടപ്പെടുകയും ആകാശത്തിലെ പക്ഷികൾ തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു പൊങ്ങിയപ്പോൾ നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥം എന്തെന്ന് അവന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെയും. അവർ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും വേണ്ടിയാണത്. ഉപമ ഇതാണ്: വിത്ത് ദൈവത്തിന്റെ വചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണതാകട്ടെ കേൾക്കുമ്പോൾ ആ വചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറച്ചു സമയത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് കേട്ടിട്ടും പോകും വഴി ഉത്കണ്ഠകൾ, സമ്പത്ത്, ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ ഉത്കൃഷ്ടവും നല്ലതുമായ ഹൃദയത്തിൽ വചനം കേട്ട് മുറുകെ പിടിക്കുകയും ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാകുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതിന് ഈശോ പറഞ്ഞ മനോഹരമായൊരു ഉപമയാണ്, വിതക്കാരന്റെ ഉപമ. ഈശോ തന്നെ ഈ ഉപമയുടെ വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. വിതയ്ക്കപ്പെടുന്ന വിത്ത് ദൈവവചനമാണ്. അത് എല്ലായിടത്തേക്കുമായി വിതയ്ക്കപ്പെടുന്നു. എന്നാൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് ഫലം നൽകുന്നത് അത് വിതയ്ക്കപ്പെട്ട സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ്. ചിലപ്പോൾ ദൈവവചനം വിതയ്ക്കപ്പെടുന്നിടത്ത് പിശാച് പ്രവർത്തിക്കും. അപ്പോൾ ദൈവവചനത്തെക്കാൾ അധികമായി പിശാചിന്റെ സ്വാധീനത്തിൽ വീണുപോയാൽ ദൈവവചനം നമ്മളിൽ നിന്ന് നീക്കപ്പെട്ട് പിശാചിന്റെ പ്രവർത്തികൾക്ക് അടിമയാളായി മാറും. ചിലപ്പോൾ ദൈവവചനം വിതയ്ക്കപ്പെടുന്നിടത്ത് ആഴമായ വിശ്വാസ ബോധ്യങ്ങളില്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാക്കും. പ്രതികൂല സാഹചര്യങ്ങളും പലവിധത്തിലുള്ള സഹനങ്ങളും ചിലപ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമ്മെ അകറ്റാം. അല്ലെങ്കിൽ പലവിധത്തിലുള്ള പ്രലോഭനങ്ങൾ, സമ്പത്തും അധികാരവും മറ്റു സുഖഭോഗങ്ങളിലേക്കുള്ള താല്പര്യവുമൊക്കെ ദൈവവചനത്തിൽ നിന്ന് നമ്മെ അകറ്റാം. വിതയ്ക്കപ്പെടുന്ന വചനം സ്വീകരിക്കപ്പെടുന്നതിനും ആഴമായ ബോധ്യങ്ങളോടുകൂടി ജീവിച്ച് ഫലം നൽകുന്നതിനും അപ്രകാരം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് യോഗ്യമാകുന്നതിനും ഇടയാക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് അവിടുന്ന് വെളിപ്പെടുത്തിയത് അത് തന്നെയാണ്. ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വചനം അനുസരിച്ച് പ്രവർത്തിച്ച് വചനത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറിക്കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ മക്കളാകുവാനാണ്. കർത്താവിന്റെ വചനം സ്വീകരിച്ച് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ലോകത്തിന് സുവിശേഷമായി നൽകുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.